അപ്പോൾ ഇതാണ് 63 കിലോ തൂക്കം വരുന്ന സ്വർണ്ണ മോതിരം. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ കോന്നിയൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ നേരെ ഗോൾഡ് സൂക്കിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി കാഴ്ചയുണ്ട്. നമ്മുടെ ജോബി പറഞ്ഞു, അതായത് വേൾഡിൽ വെച്ച് ഏറ്റവും വെയിറ്റ് കൂടിയ ഒരു റിങ് ഇവിടെ കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണണം. അങ്ങനെ മൊത്തത്തിൽ ഗോൾഡ് സൂക്ക് ഒന്ന് കാണാം എന്നുള്ള പ്രതീക്ഷയോടാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ല, ഇത് പുറം ഭാഗമാണ്. അപ്പോൾ നേരെ ഉള്ളിലേക്ക് നമുക്ക് പോകണം. പിന്നെ ജോബി പറഞ്ഞു ഇവിടെ ഒരു അടിപൊളി കാഴ്ചയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്താണെന്നറിയാമോ, വേൾഡിൽ വെച്ച് ഏറ്റവും തൂക്കം കൂടിയ ഒരു മോതിരം റിങ് ഇവിടെ കാണാനുണ്ട്. അപ്പോൾ അതൊന്ന് കാണണമെന്നുള്ള പ്രതീക്ഷയോടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നേരെ നമുക്ക് അവിടെ അത് പോയി കാണാം. അതിന് മുമ്പേ നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കുറച്ചുണ്ട്. നോക്കി എന്താ വലിയ ചെയിനൊക്കെയാണ് നോക്കി കിടക്കുന്നത്. ഈ മാലയൊക്കെ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുമോ ആർക്കറിയാം. ഇപ്പം നമ്മൾ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. കണ്ട, ഇതാണ് ഒരു ഗേറ്റാണ്. ആ ഗേറ്റിന് ഉള്ളിലേക്ക് കയറണം. അപ്പം പുറത്തെ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ ഈ ഗേറ്റിന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സ്വർണത്തിൻ്റെ കടകളാണ്. എന്തായാലും നല്ല ജനത്തിരക്കാണ് കേട്ടോ. എല്ലാവരും വാങ്ങാൻ വന്നാന്നൊന്നും നമുക്കറിയത്തില്ല, കാഴ്ചക്കാരായിരിക്കും കൂടുതൽ. ഇനിവേ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. നമ്മളും കാഴ്ചക്കാരാണല്ലോ. എല്ലാവരും ഒന്നും കാഴ്ചക്കാരല്ല, എല്ലാ കടയിലും ആൾക്കാരുണ്ട് കേട്ടോ. സാധനം വാങ്ങുന്നുണ്ട്. കുറേ ആൾക്കാർ പുറത്ത് കാണാൻ വന്നവരും ഉണ്ട്. ഇനി ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സ്വർണം മേടിച്ച് പോകാം. അതായത് ഒരു ഏരിയ ഫുള്ള് സ്വർണത്തിൻ്റെ കടകളാണ്. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എവിടെ നോക്കിയാലും സ്വർണ്ണക്കടയേ ഉള്ളൂ. അതായത് വേറൊന്നുമില്ല ഇതിനുള്ളിൽ, സ്വർണ്ണക്കടകൾ മാത്രമുള്ളൊരു ഏരിയയാണ് കേട്ടോ. ഫ്ലെക്സിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് പോവാണ്. സ്വർണം കണ്ട് മഞ്ഞളിച്ച് പോവുകയാണ് കേട്ടോ. കണ്ണൊക്കെ മഞ്ഞളിച്ച് പോവുകയാണ്. നോക്കി എന്തോ വലുപ്പമുള്ള നെക്ലേസൊക്കെയാണ്. നോക്കി ഇതൊക്കെ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുമോ ആർക്കറിയാം. ഇനി വെഡ്ഡിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത്. ഇത് നോക്കിയേ, വലിയൊരു ചെയിന് ഒരു 5 കിലോ മുകളിൽ കാണുമായിരിക്കും. ഇനി അതിലെല്ലാം ടാഗ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര തൂക്കമുണ്ട്, എത്ര ക്യാരറ്റാണ്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയോ, ഒരു നെക്ലേസ് കണ്ട. അതായത് സാരിയും ബ്ലൗസും ഒന്നും വേണ്ട, ഇതൊരെണ്ണം ഇട്ടങ്ങ് ഇറങ്ങിയേച്ചാൽ മതി. ഫുള്ളൊരു ഉടുപ്പ്. എത്ര കിലോ കാണും ആർക്കറിയാം. എന്തായാലും അടിപൊളി വർക്കും കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്തെടുക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കരം. എന്തായാലും അടിപൊളിയാണ്. കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതാ കണ്ടില്ല, എല്ലാ കടകളിലും ആൾക്കാരുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇത്രയും സ്വർണ്ണക്കടകൾ ഇട്ടേക്കുന്നത്. നമ്മൾ വിചാരിക്കും കാഴ്ചക്കാരായിരിക്കും കൂടുതൽ. ഒന്നുമല്ല, വാങ്ങാൻ വന്ന ആൾക്കാർ തന്നെയാണ്. അതാ നോക്കി, ഒരു നെക്ലേസ് നോക്കി. മാസ്ക് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. നമ്മളിപ്പോൾ ഈ ഗല്ലിക്കകത്ത് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട് കേട്ടോ. ഏത് വഴിയെ പോയാലും സ്വർണ്ണക്കടകളാണ്.
അപ്പോൾ നമ്മൾ ഇത്രയും കുറേയൊക്കെ നടന്ന് കണ്ടു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കാണാൻ ഉദ്ദേശിച്ച് വന്ന സംഭവം ഇതുവരെയും കണ്ടിട്ടില്ല. ഇതിൻ്റെ അങ്ങേ അറ്റത്താണെന്നാണ് ജോബി പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ആ റിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 63 കിലോ ആണ് കേട്ടോ. ഏതാണ്ട് സ്റ്റോൺ 5 kg, ഗോൾഡ് 58 kg, അങ്ങനെ സംതിങ്. അതായത് അങ്ങനെ 63 കിലോ ഉണ്ട് ആ റിങ്ങിൻ്റെ വെയിറ്റ് കേട്ടോ. എനിവേ കുറച്ച് നേരം അവിടെ നിന്ന് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ ഗോൾഡ് സൂക്കിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാം, ഒന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇനിയും കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഗോൾഡ് സൂക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും എങ്ങനെയുണ്ട് നിങ്ങളോടാ ചോദിക്കേണ്ടത്? അടിപൊളി. വ്യക്തിയൊക്കെ താണ്ട് ശ്വാസം നിലച്ച് നിൽക്കുക. അതെ അതെ, അങ്ങേറ് വിട്ടു പാടില്ല. ഇതൊന്ന് ദുബായ് കാണേണ്ട സ്ഥലം തന്നെയാണ് അല്ലേ? ഭയങ്കര സംഭവം, അടിപൊളി. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. പൊന്നിയൂർ മനു എവിടെ? അപ്നേർ, റെക്സി, അലീന, ജോബി, ടിനു. ബൈ.